എല്ലാവർക്കും നമസ്കാരം. പികെ ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ വിശകലനം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏകദേശം 6 ക്ലാസ്സുകളോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഒരു 7ാമത്തെ ക്ലാസ് ആണ് ഇത്. നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത്? അവസാനം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതായത് 1885 മുതൽ അവര് രൂപീകൃതമായ കാലഘട്ടം മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വർഷം വരെ 1947 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടന്ന ഇന്ത്യയുടെ എല്ലാ ബഹുജന പ്രക്ഷോഭങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന സംഘടനയുടെ പേരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? മിതവാദികളുടെ കാലഘട്ടം, തീവ്ര ദേശീയവാദികളുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. അങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയൊരു കാലഘട്ടത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് മിതവാദികളുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു, അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീവ്ര ദേശീയവാദികളുടെ പ്രവർത്തന രീതികളെ കുറിച്ച് പറഞ്ഞു. ലാൽ, ബാൽ, പാൽ എന്ന് പറയുന്ന 3 ത്രയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ 3 കാലഘട്ടത്തെയും നമ്മൾ ആദ്യത്തേത് മിതവാദികളുടെ കാലഘട്ടം, പിന്നീട് തീവ്ര ദേശീയവാദികളുടെ കാലഘട്ടം, ഇതിൽ തന്നെ പല പല നേതാക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്നത് ഒരൊറ്റ നേതാവാണ്. ആ നേതാവിന്റെ പേരാണ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിയുടെ കാലഘട്ടമാണ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ആ ഗാന്ധിയുടെ ആഗമനത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടായ മാറ്റങ്ങളും അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്രകാരമാണ് സ്വാധീനിച്ചതെന്നും എന്താണ് ഗാന്ധി എന്നും ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ശരി, ക്ലാസ്സിലേക്ക് വരൂ. അങ്ങനെ നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു വ്യക്തിത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. 1869 ഒക്ടോബർ മാസം 2-ാം തീയതി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം. ഏത് വർഷമാണ് മഹാത്മാഗാന്ധി ജനിച്ചത്? 1869 ഒക്ടോബർ മാസം 2-ാം തീയതി. ആ വർഷം ഓർത്തു വെക്കുക. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരിക്കലും മറക്കാനാകാത്ത വർഷമാണ് നമുക്കത്. 1869 ഒക്ടോബർ മാസം 2-ാം തീയതി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ആരാണ് ഗാന്ധി? ഒരൊറ്റ വാക്കിൽ നമ്മൾ പറയുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാവാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഗാന്ധിയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ചരിത്രകാരന്മാർ അദ്ദേഹത്തെ പല വിശേഷണങ്ങളിൽ പറയുന്നു. അദ്ദേഹം അസാധാരണനായ ഒരു വിപ്ലവകാരിയായിരുന്നു. എല്ലാത്തിനുമുപരി വളരെ വലിയൊരു തത്വശാസ്ത്രം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ഫിലോസഫർ ആയിരുന്നു. ഇതിനെല്ലാം പുറമെ ബ്രിട്ടീഷ് ഗവൺമെന്റ്, അതായത് ലോകം മുഴുവൻ വിറപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭയപ്പെട്ടിരുന്ന ഒരു സാധാരണ മനുഷ്യനും കൂടിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹാത്മാഗാന്ധി യുഗത്തിന്റെ ആരംഭം എപ്രകാരമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതാണ്. കൂടാതെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തെ അവരൊരു ബഹുജന സമരമാക്കി മാറ്റി. അതായത് സാധാരണക്കാർക്കും സ്വാതന്ത്ര്യം എന്നത് ആവശ്യകരമായ ഒരു സംഗതിയാണ്, അവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു സംഗതിയാണ് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ബോധ്യം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുവാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിശ്രമിച്ചു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിശ്രമത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയുടെ പേരാണ് മഹാത്മാഗാന്ധി. അതായത് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി തിരിച്ചുവിട്ടു. പകരം സാധാരണക്കാരിലേക്കും സ്വാതന്ത്ര്യം അനിവാര്യമാണ് എന്നുള്ള കാര്യം സാധാരണക്കാരിലേക്കും മഹാത്മാഗാന്ധി എത്തിക്കുകയുണ്ടായി. അപ്പോ സമരങ്ങളെ കേവലം ബുദ്ധിജീവികളുടെ പരിധിയിൽ നിന്ന് മാറ്റി സാധാരണ ജനങ്ങളെ ഉൾപ്പെടുത്തി ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റി. അതായത് കേവലം ബുദ്ധിജീവികളുടെ
ഇടയിൽ നിന്നിരുന്ന സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തെ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവനായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് പിന്നീട് ഒരു വലിയ ബഹുജന മുന്നേറ്റമായി പരിണമിക്കുകയും രാജ്യമൊട്ടാകെ നീണ്ടുനിന്ന ഒട്ടനവധി കലാപങ്ങൾക്ക് അത് കാരണമാവുകയും ബ്രിട്ടീഷ് സർക്കാരിനെ ഗാന്ധി ജനങ്ങളെ ഉപയോഗിച്ച് പിടിച്ചു കുലുക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ നിരായുധനായ ഗാന്ധി എന്ത് സമരമാർഗം ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷ് സർക്കാരിനെ നേരിട്ടത്? അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സമരമാർഗം എന്ന് പറയുന്നത് സത്യാഗ്രഹം, അഹിംസ തുടങ്ങിയ നിസ്സഹകരണം തുടങ്ങിയ സമരമാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നേരിടുകയും അതിന്റെ പ്രഹരശേഷിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യ ഉപേക്ഷിച്ച് പോവേണ്ടി വരികയും ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കിനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഓക്കെ. ഇന്ത്യയിൽ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജിയുടെ ഒരു രാഷ്ട്രീയ കളരി എന്ന് വിശേഷിപ്പിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതെവിടെയാണ്? നമുക്കറിയാം, ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് ഗാന്ധിജി കുറെ കാലം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. എന്താണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കറിയാം, വർണ്ണവിവേചനം ലോകത്ത് ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള വംശീയ വിവേചനം ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ദക്ഷിണാഫ്രിക്കയിലായിരുന്നു മഹാത്മാഗാന്ധി തന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ ആ പേരൊന്ന് ഓർത്തു വെക്കുക. ദാദാ അബ്ദുള്ള ജാവേരി എന്ന് പറയുന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആ വിവേചനങ്ങൾക്കെതിരെ അവിടെ നിലനിന്നിരുന്ന കറുത്തവരും വെളുത്തവരും എന്നുള്ള വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി പ്രക്ഷോഭങ്ങൾ നയിക്കുകയും അത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായി ഒന്ന് ഓർത്തു വച്ചിരിക്കുക. നമുക്കറിയാം, ലോകത്തിനെ തന്നെ പരിചയപ്പെടുത്തിയ ഒരു വലിയ ഫിലോസഫി ഗാന്ധിജി രൂപം നൽകിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പേര്? അഹിംസ. അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് ഗാന്ധിജി രൂപം നൽകിയത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക അത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു അഹിംസ എന്ന് പറയുന്നത്? അഹിംസയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കുന്ന ആൾക്കും മാനസിക പരിവർത്തനം ഉണ്ടാകുന്ന തരത്തിൽ ഒരു പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് അഹിംസ എന്ന് പറയുന്നത്. ആ പ്രത്യയശാസ്ത്രം ഗാന്ധിജി രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു. യന്ത്രത്തോക്കുകൾക്ക് പകരം പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. സായുധ കലാപത്തിന് പകരം ധാർമ്മികമായ ഒരു സമര രീതി ഗാന്ധിജി ലോകത്തിന് പരിചയപ്പെടുത്തുകയും ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അത് പ്രയോഗിച്ച് പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് പിന്നീട് ഇന്ത്യയിലെത്തുമ്പോൾ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ 1915 ജനുവരി മാസമൊക്കെ ആയപ്പോഴേക്കും ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം എത്രയാണ്? 1915. 1915 വളരെയധികം കൃത്യമായി ആ വർഷം ഓർത്തു വെക്കുക. 1915 ജനുവരി മാസം 9-ാം തീയതി. 1915 ജനുവരി മാസം 9-ാം തീയതി ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ഈ ജനുവരി 9-ന്റെ പ്രത്യേകത എന്താണ്? അത് ഭാരതത്തിൽ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നു. ആര് തിരിച്ചു വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട്, മഹാത്മാഗാന്ധി തിരിച്ച് ഇന്ത്യയിൽ എത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് ജനുവരി മാസം 9-ാം തീയതി പ്രവാസീയ ഭാരതീയ ദിവസമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. അങ്ങനെ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. 1915 ജനുവരി മാസം 9 ആയപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ഗാന്ധി 1915 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും 1916 ആയപ്പോഴേക്കും അദ്ദേഹം പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. അദ്ദേഹം പങ്കെടുത്ത ആദ്യത്തെ പൊതുയോഗം ഏതായിരുന്നു? 1916 ആയപ്പോഴേക്കും അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിൽ തന്റെ ആദ്യത്തെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. എവിടെ വെച്ച്? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വേദിയിൽ വെച്ച്. ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുചടങ്ങ് ഏതായിരുന്നു? അപ്പോൾ വളരെ കൃത്യമായി അത് ഓർത്തു വയ്ക്കുക. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിലാണ് ഗാന്ധി ആദ്യമായി പങ്കെടുത്തത്. അപ്പോൾ ആ വേദിയിൽ വെച്ച് ഗാന്ധി തന്റെ രാഷ്ട്രീയ നയത്തെ വളരെ കൃത്യമായി മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഉയർന്ന ബുദ്ധിജീവികളിലൂടെ അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ടതെന്നും പകരം ഇടത്തരക്കാരായ സാധാരണക്കാരായ മനുഷ്യരിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടതും അപ്രകാരമുള്ള സ്വാതന്ത്ര്യത്തിന് മാത്രമേ രാജ്യത്തെ വളരെ സുസ്ഥിരമായ ഒരു ജീവിത രീതിയിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ആ ഒരു വേദിയിൽ വെച്ച് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ നയം കൃത്യമായി മനുഷ്യർക്ക് മുന്നിൽ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മുൻപിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ അതേ പാറ്റേൺ തന്നെയാണ് ഗാന്ധി പിന്നീടുള്ള എല്ലാ ജീവിത രീതികളിലും പെരുമാറിയിട്ടുണ്ടായിരുന്നത്.
എങ്ങനെയാണ്? സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ബ്രിട്ടീഷുകാരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അപ്പോൾ നികുതി നിഷേധത്തിന്റെ ഒരു ചെറിയ പ്രശ്നം വരികയാണെങ്കിൽ അവിടെ ഗാന്ധി ഇടപെടുകയും എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഗാന്ധി പങ്കെടുത്ത, അതായത് ഗാന്ധിയുടെ ആദ്യകാല ചില സമരങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അങ്ങനെ പതിയെ പതിയെ ഗാന്ധി ഇന്ത്യയുടെ പ്രാദേശിക സമരങ്ങളിൽ ഇടപെടാൻ തുടങ്ങുകയും ജനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന് ജനങ്ങളിലൂടെ തന്നെ അദ്ദേഹം മനസ്സിലാക്കുകയും ആദ്യത്തെ ഒരു സത്യാഗ്രഹ സമരം ആരംഭിക്കുകയും ചെയ്യുന്നു. അതാണ് ചമ്പാരൻ സത്യാഗ്രഹം. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹമാണ് 1917 ബീഹാറിലെ ചമ്പാരനിൽ നടന്ന സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഗാന്ധിയെ ചമ്പാരനിലെ പ്രശ്നങ്ങളെ പരിചയപ്പെടുത്തി കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? രാജ്കുമാർ ശുക്ല. രാജ്കുമാർ, ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് മഹാത്മാഗാന്ധി ബീഹാറിലെ ചമ്പാരനിൽ എത്തുന്നത്. അപ്പോൾ അതിനു മുന്നേ രാജ്കുമാർ ശുക്ലയുടെ അടുത്തു നിന്നും ഇത്തരം പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷം 1916 ലക്നൗ സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഗാന്ധി ഒരു പ്രമേയം അവതരിപ്പിക്കാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയാണ്. ആ പ്രമേയം അവതരിപ്പിച്ച ആളുടെ പേരെന്താണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. എന്താണ് ചമ്പാരനിലെ പ്രശ്നം എന്ന് പറയുന്നത്? അവിടെ നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്യുകയും ആ ചൂഷണത്തിൽ നിന്ന് വളരെയധികം ഒരു അസംതൃപ്തി രൂപപ്പെടുകയും ചെയ്യുന്നു. ആ അസംതൃപ്തി പിന്നീട് ഗാന്ധിയുടെ അടുക്കലേക്ക് എത്തുകയും അത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്നുള്ള പേരിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനിടയിൽ 2-3 ഫാക്റ്റുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയുക, അത് ചമ്പാരൻ പ്രക്ഷോഭമാണ്. എന്താണ് തിങ്കതീയ സമ്പ്രദായം എന്ന് പറയുന്നത്? കർഷകർ സ്വന്തം ഭൂമിയുടെ 3/4 ഭാഗവും ആർക്ക് വേണ്ടി? ഭൂവുടമകൾക്ക് വേണ്ടി നീലം കൃഷി ചെയ്യുവാൻ നിർബന്ധിതരായി. അതായത് തങ്ങളുടെ ഭൂമിയുടെ 3/4 ഭാഗവും ഭൂവുടമകൾക്ക് വേണ്ടി കൃഷി ചെയ്യുവാൻ നിർബന്ധിതരായി. എന്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നീലം കൃഷി ചെയ്യുവാനായിട്ട് നിർബന്ധിതരായി. ഈ സമ്പ്രദായത്തെയാണ് നമ്മൾ തിങ്കതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരു അധ്യായം കർഷകർക്ക് വേണ്ടി ഗാന്ധി കുറിക്കുകയും അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ 1917 ചമ്പാരൻ പ്രക്ഷോഭം കഴിയുകയാണ്. അത് കഴിയുമ്പോൾ 1918 നമ്മൾ കടക്കുന്നു. 1918 എന്ത് സംഭവിക്കുകയാണ്? അഹമ്മദാബാദിൽ ഒരു തുണിമിൽ സമരം സംഭവിക്കുകയാണ്. അഹമ്മദാബാദ് എവിടെയാണ് നമുക്കറിയാം? ഗുജറാത്തിലാണ്. 1918 വളരെ കൃത്യമായ വർഷം ഓർത്തു വയ്ക്കുക. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. 1918 അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധി പങ്കെടുക്കുകയും വേതന വർധനവ് ആവശ്യപ്പെട്ട ആ സമരത്തിൽ ഗാന്ധി ഉപവാസം ആരംഭിക്കുകയും തൊഴിലാളികളുടെ വേതനത്തിൽ അത് കാരണം വർധനവ് ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഒരു പോയിന്റ് മനസ്സിലാക്കുക. പ്ലേഗ് ബോണസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലേഗ് ബോണസ് ഓർത്തു വെക്കുക. പ്ലേഗ് ബോണസ് അഹമ്മദാബാദിലെ തുണിമിൽ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന്റെ പേരാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഇവിടെയെല്ലാം വളരെ കൃത്യമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളിലൂടെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനാണ് ഗാന്ധി ശ്രമിച്ചത്. കർഷകരുടെയും തൊഴിലാളികളുടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നുള്ള ഒരു സൂചന ഗാന്ധി ജനങ്ങൾക്ക് പതിയെ പതിയെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളിലൂടെ. അപ്പൊ ഇവിടുത്തെ ഫാക്ട് ഓർത്തു വയ്ക്കുക. അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്താണ്. വർഷം 1918 വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നുള്ള സമരത്തിൽ ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ് സത്യാഗ്രഹം? ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നു. ഖേദ സത്യാഗ്രഹം. അങ്ങനെ 1918 ഗുജറാത്തിലെ ഖേദയിൽ വെച്ച് ഗാന്ധി മറ്റൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ പേരാണ് ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഖേദ എവിടെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്.
1918 ഗുജറാത്തിലെ തന്നെ ഖേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തുകയും എന്താണ് അതിന്റെ കാരണമെന്ന് പറയുന്നത്? പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കുവാൻ സാധിച്ചില്ല. അപ്പൊ ഈ നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങുകയും ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകരുകയും ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് കണ്ടോ? അതായത് ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹം കാൽനടയായി ചെന്ന് ഓരോ ഗ്രാമങ്ങളിലെയും മനുഷ്യരെ നേരിട്ട് കാണുകയും അവർക്ക് ആവേശം പകരുകയും ചെയ്യും. തുടക്കം മുതൽ അവസാനം വരെയും ഇതേ ഒരു രീതിയാണ് ഗാന്ധി തന്റെ പ്രക്ഷോഭങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഗാന്ധിജിക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു കൃത്യമായ സ്ഥാനം ലഭിക്കുകയും ഗാന്ധിജിയുടെ പ്രക്ഷോഭങ്ങൾ ഒരു ബഹുജന സമരമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പതിയെ പതിയെ ഇന്ത്യ ചരിത്രത്തിലേക്ക് ഗാന്ധിയൻ യുഗത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകുവാൻ സർക്കാർ തയ്യാറായി. നികുതി ഇളവിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് നമുക്കറിയാമല്ലോ, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിയുടെ കൂടെ പങ്കെടുക്കുന്ന ഒരു സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു 3 ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ 3 ഫാക്റ്റിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കി ചമ്പാരൻ സത്യാഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി. എന്തായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഓർത്തു വെക്കുക, ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോയി? അഹമ്മദാബാദ് തുണിമിൽ സമരം. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നേരെ ഖേദ സത്യാഗ്രഹത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഗാന്ധി നിസ്സഹകരണമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കർഷകരിലും തൊഴിലാളികളിലും നിലനിന്ന അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗാന്ധി പതിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ കാലഘട്ടത്തിന്റെ ഒരു പരിണാമമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി പുതിയൊരു ദേശീയ നേതാവിന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെടുകയും ചെയ്യുന്നു. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട്? എന്താണ്? ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് വലിയൊരു രാജ്യം നേരിട്ട വലിയ പ്രശ്നത്തെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി വിജയിക്കുകയും ചെയ്തു. ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ഇനി ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നേരിട്ട് കാലെടുത്ത് വയ്ക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞു പോയ 3 സമരങ്ങളെയും നിങ്ങൾക്ക് ഞാനൊരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. പഠിത്തത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ വായിച്ചു പോകാം. ചമ്പാരൻ സമരം എവിടെയാണ്? വർഷം എത്രയാണ്? 1917. ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യത്തെ സത്യാഗ്രഹം നമ്മളത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം. അത് എത്രയാണ് വർഷം? 1918. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടുള്ള സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം, വർഷം 1918. അപ്പൊ നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് സ്പീഡാ പോകുന്നത്. അത് കഴിഞ്ഞ് ഖേഡ സത്യാഗ്രഹം വരികയാണ്. അതും വർഷം 1918 തന്നെയാണ്. കർഷകരുടെ നികുതി ഇളവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രക്ഷോഭവും നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രാധാന്യം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ 1919 ആയപ്പോഴേക്കും ഇന്ത്യയിൽ മറ്റൊരു നിയമം വരികയാണ്. എന്താണ് ആ നിയമം? റൗലറ്റ് ആക്ട്. എന്താണ് റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ? റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. യാതൊരുവിധ നോട്ടീസും കൊടുക്കേണ്ട കാര്യമില്ല, യാതൊരുവിധ വിചാരണയ്ക്കും തടസ്സങ്ങളുമില്ല. അങ്ങനെ പുതിയൊരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. ആ നിയമത്തിന്റെ പേരാണ് റൗലറ്റ് നിയമം, വർഷം 1919. അതായത് ഇന്ത്യക്കാരെ യാതൊരുവിധ മുൻകൂർ അനുമതിയുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മറ്റൊരു നിയമമായിരുന്നു ഈ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ. അതിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ് അതിനെ പറയുന്നത്. ഗാന്ധി ഈ നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധി ഈ നിയമത്തെ പാടെ തള്ളിക്കളയുകയും അതിനെ കരിനിയമം എന്ന് വിശേഷിപ്പിക്കുകയും ഇതിനെതിരായിട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക്, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധി തന്റെ ആദ്യത്തെ ചുവടെടുത്ത് വയ്ക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഗാന്ധിയുടെ ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു. ചുവടുവയ്പ്പിന് കാരണമായിരുന്നു 1919 റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അങ്ങനെ പൗരാവകാശങ്ങളെ തടയുന്ന ഈ ബില്ലിനെതിരായിട്ട് ഗാന്ധി പൊതുജനങ്ങളെ സംഘടിപ്പിക്കുകയും രാജ്യത്തിന് അപരിചിതമായ ഒരു പുതിയ സമര രൂപത്തെ
പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായിരുന്നു ആ സമര രൂപത്തിന്റെ പേരെന്ന് പറയുന്നത്? നമുക്കിപ്പോൾ വളരെയധികം പരിചിതമാണ്. എന്നാൽ ആ സമയത്ത് ഈ ഒരു സമര രീതിയെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക, മഹാത്മാഗാന്ധിയാണ്. എന്തായിരുന്നു ആ സമര രൂപത്തിന്റെ പേരെന്ന് പറയുന്നത്? ഹർത്താൽ. ഓക്കെ, വളരെ ക്ലിയർ അല്ലേ? നമ്മൾ ഇന്ന് ഹർത്താൽ വരുമ്പോൾ വീട്ടിലിരിക്കുന്നത് പോലെ അല്ലായിരുന്നു ഗാന്ധി ആ സമരത്തിന് ആഹ്വാനം ചെയ്തത്. വളരെ കൃത്യമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ആരംഭമായിരുന്നു ഹർത്താൽ എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിച്ച വർഷം ഒന്ന് ക്ലിയർ ആക്കുക. 1919 ഏപ്രിൽ മാസം 6-ാം തീയതി 1919 ഏപ്രിൽ മാസം 6-ാം തീയതി ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. എന്തിനെതിരായിട്ട്? ബ്രിട്ടീഷുകാർ പാസാക്കിയ റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന കരിനിയമത്തിനെതിരായിട്ട്. അങ്ങനെ ഇതിന്റെ പ്രചാരണത്തിനായി സത്യാഗ്രഹ സഭ അദ്ദേഹം രൂപീകരിച്ചു. ഹർത്താലിൽ വളരെയധികം വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതിൽ ഗാന്ധി ഇതിനെ ഒരു വളരെ വിസ്മയകരമായ കാഴ്ച എന്ന് വിശേഷിപ്പിച്ചു. എന്തിനെ? ഹർത്താലിനെ. അങ്ങനെ ഹർത്താൽ എന്ന് പറയുന്ന ഒരു സമരരൂപത്തെ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് അത് ബഹുജനങ്ങൾ ഏറ്റെടുക്കുകയും വലിയൊരു പ്രക്ഷോഭമായി അത് പരിണമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1919 ഏപ്രിൽ മാസം 6-ാം തീയതി ആയപ്പോഴേക്കും ഗാന്ധി രൂപപ്പെടുത്തിയ ഒരു സമര മാർഗത്തിന്റെ, അല്ലെങ്കിൽ ഗാന്ധി പരീക്ഷിച്ച ഒരു സമര മാർഗത്തിന്റെ പേരായിരുന്നു ഹർത്താൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ വലിയ പൊതുയോഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ പരിപാടികളും പ്രത്യയശാസ്ത്രങ്ങളും അവരുടെ പ്രക്ഷോഭ രീതികളുമൊക്കെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഗാന്ധി ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തത്. എന്തായിരുന്നു? ഒരു ആശയത്തെ ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാന്ധിയുടെ രീതി എന്ന് പറയുന്നത്. ഗാന്ധി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പ്രാർത്ഥനാ യോഗം വിളിക്കും. അവിടെ ഇരുന്നു കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ദൂതൻ എന്ന നിലയിൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ദൈവം അദ്ദേഹത്തിന് ഒരു ആശയം നൽകുകയാണ്. ആ ആശയം പ്രാവർത്തികമാക്കുവാനായിട്ട് എല്ലാ ജനങ്ങളും മുന്നോട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും ഗാന്ധിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അങ്ങനെ പതിയെ തന്നെ തന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും അതൊരു വലിയ പ്രക്ഷോഭമായി പരിണമിക്കുകയും ഏതൊരായുധത്തെക്കാളും മൂർച്ചയേറിയ ഒരു ആശയമായി അഹിംസ മാറുകയും ചെയ്യുന്നു. അങ്ങനെ പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിലെ റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരം വളരെയധികം ശക്തമായിരുന്നു. എവിടെയൊക്കെയാണ്? പഞ്ചാബും ലാഹോറിലും. അപ്പോഴാണ് പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആരൊക്കെയാണ്? ആ പേരുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എവിടെയുള്ള നേതാക്കളാണ്? പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്നു ഈ രണ്ടുപേര്. ഇവരെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുകയാണ്. അതോടുകൂടി അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഇന്ത്യ ചരിത്രത്തിൽ ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇനി മനസ്സിലാക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്കറിയാം, ഈ രണ്ട് ജനകീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും അപ്പൊ ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനായിട്ട് ജനങ്ങൾ ഒത്തുകൂടുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവിടെ അസ്വാഭാവികമായിട്ടുള്ള മറ്റൊരു കാര്യം സംഭവിക്കുന്നു. എന്താണത്? നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ മാസം 13-ാം തീയതി അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത്, ആ പേര് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ ഉത്തരവ് പ്രകാരം വെടിവെക്കുന്നു. അതോടുകൂടി സാധാരണയായി സംഭവിക്കാറുള്ള ഒരു പ്രക്ഷോഭം അസാധാരണമായി ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വർഷം നോക്കൂ, 1919 ഏപ്രിൽ മാസം 13-ാം തീയതി. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ദിവസം മറക്കരുത്. നിരായുധരായിട്ടുള്ള പ്രക്ഷോഭകാരികൾക്ക് നേരെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ അവർ തുരുതുരാ വെടിവെക്കുകയാണ്. അതോടുകൂടി ഒറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവെപ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവെപ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടുവെങ്കിൽ നമുക്കറിയാം അനൗദ്യോഗികമായിട്ട് അതിലുമേറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാകാം. അതിലുമേറെ ആൾക്കാർക്ക് സ്വന്തം അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ എന്തുകൊണ്ടും ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് വളരെയധികം ദാരുണമായ ഒരു സമരമായിരുന്നു ജാലിയൻ വാലാബാഗ്. അതോടുകൂടി ഇന്ത്യ ചരിത്രത്തിലെ വളരെയധികം ദാരുണമായ ഒരു സംഭവമായി ജാലിയൻ വാലാബാഗ് മാറുകയും ഗാന്ധി ഇതിൽ പറയുകയും ചെയ്യുന്നു, പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിന് അടിത്തറയിളക്കി എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്.
അപ്പോൾ ഈ ഒരു ദാരുണമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെക്കുകയാണ്. ആ കമ്മീഷന്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. പേരോർത്തു വെക്കുക. ഹണ്ടർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ കമ്മീഷന്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരം വേറൊരു രീതിയിലേക്ക് മാറുകയും അത് രാജ്യത്തിനെ നടുക്കിയ ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണമാവുകയും ചെയ്തതോടുകൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വളരെയധികം വേറൊരു രീതിയിലേക്ക് മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രധാനമായും നഗരമേഖലകളിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം ശക്തിയാർജിക്കുന്നു. അങ്ങനെ നഗരമേഖലകളിൽ ശക്തിയാർജിച്ചിരുന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ആവശ്യകത ഗാന്ധിജി തിരിച്ചറിയുകയും അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തു. എന്തുകൊണ്ടായിരിക്കാം ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തത്? സ്വാതന്ത്ര്യ സമരത്തിൻ പ്രക്ഷോഭങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുക്കുകയും സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ പേരുകൾ ഓർത്തുവെക്കുക. സഹോദരന്മാരായിരുന്ന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഒരു ചെറിയൊരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. എന്താണ് ഖിലാഫത്ത് പ്രശ്നം എന്ന് പറയുന്നത്? എന്താണ് ഖിലാഫത്ത് പ്രശ്നം എന്ന് പറയുന്നത്? ഈ ഖിലാഫത്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. എന്തുടമ്പടി? സെപ്രസ് ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ ആചാര്യനുമായിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും നഷ്ടപ്പെടുകയാണ്. ഖലീഫയുടെ ഈ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ അതിലെ രണ്ട് നേതാക്കന്മാരായിരുന്നു മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അങ്ങനെ ഗാന്ധി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ചേർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഗാന്ധി മറ്റൊരു സമരമാർഗത്തെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഏതാണ് ആ സമരമാർഗത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ നിസ്സഹകരണം. എന്താണ്? നിസ്സഹകരണം. അതായത് അവരോട് സഹകരിക്കാതിരിക്കുക എന്നുള്ളത് വളരെയധികം ശക്തമായ പ്രതിഷേധ മാർഗമായി ഗാന്ധി ഉപയോഗിച്ചു. എന്നാൽ അത് മാത്രമാണോ അതിന്റെ പ്രായോഗിക രീതികൾ എന്ന് പറയുന്നത്? അല്ല. അപ്പൊ എന്തൊക്കെയാണ് നിസ്സഹകരണ സമരത്തിന്റെ പ്രായോഗിക രീതികൾ എന്ന് പറയുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണത്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ എന്ത് ചെയ്യുന്നു? അവർക്ക് തന്നെ തിരികെ നൽകുന്നു. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തുടങ്ങി വളരെ കൃത്യമായ ബഹിഷ്കരണ പരിപാടികൾ ഗാന്ധി ഇന്ത്യൻ ജനതയ്ക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ്. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, പിന്നീട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക തുടങ്ങി. പിന്നെ നിസ്സഹകരണ സമരത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിട്ട് കാണുകയും ചെയ്യുന്നു. ഈ സന്ദർശനങ്ങൾ സാധാരണക്കാർക്കും തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധി ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ സഹായിക്കുകയും ഇതൊരു വലിയ ബഹുജന പ്രക്ഷോഭമായി മാറുകയും ചെയ്യുന്നു. കൂടാതെ ഈ പോയിന്റുകൾ വായിക്കുന്നതിലൂടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. നിസ്സഹകരണം എന്നത് വെറും നിസ്സഹകരണ സമരമായി മാത്രമായിരുന്നില്ല, പകരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു കൃത്യമായ പോയിന്റ് ആയിരുന്നു. പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിസ്സഹകരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ഗാന്ധി ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമരമാർഗത്തിൽ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ എപ്രകാരമാണ് പങ്കെടുത്തത് എന്നുള്ളതിന്റെ വളരെ വിശദമായ ഒരു ബോക്സ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാനപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തരാം. കൃത്യമായി അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ സ്ത്രീകൾ എങ്ങനെയാണ് നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തത്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമരരീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. എന്തൊക്കെയായിരുന്നത്? വിദേശ വസ്തുക്കൾ അവർ ബഹിഷ്കരിച്ചു, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിച്ചു. സ്ത്രീകൾ
അവരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഈ ഒരു സമര രൂപത്തിൽ പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തൊഴിലാളികളിലേക്ക് വരുന്നു. തൊഴിലാളികളുടെ സമരം എങ്ങനെ വളരെയധികം സജീവമായിട്ടുള്ള ഒരു സമര രൂപമായിരുന്നു അവർക്ക്. മദ്രാസിലെ ബെക്കിംഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി ഈ സമരത്തോട് സഹകരിച്ചു. അവർ പണിമുടക്കി ഈ ഒരു സമരത്തിലോട് സഹകരിച്ചു. പിന്നെ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്തത്? വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. ഏത് സർക്കാർ? ബ്രിട്ടീഷ് സർക്കാരിന്റെ. ഓക്കെ, അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. അതായത് ഇന്ത്യക്കാരുടെ വിദ്യാലയങ്ങളിൽ പഠനം തുടരുകയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്തിലെ വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ തുടങ്ങിയവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ പേരൊന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്തിലെ വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അത് വളരെ കൃത്യമായി ഓർത്തു വച്ചിരിക്കുക. നമ്മുടെ നിസ്സഹകരണ സമരകാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റുകളിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. അങ്ങനെ മറ്റുള്ളവരോടൊപ്പം തന്നെ ഗോത്ര ജനതയും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനുകൾ നൽകുകയാണ്. അവരെന്ത് ചെയ്യുന്നു? വനനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഇവരുടെ ഇത്തരം നിയമങ്ങൾ തടസ്സമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ നിയമങ്ങളെ വളരെ കൃത്യമായി അവർ ലംഘിക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഗോത്ര ജനതയും ഒരു പങ്കാളിയാവുകയും ചെയ്യുന്നു. പിന്നീട് കർഷകർ പങ്കാളിയായി. എങ്ങനെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഔദ് കിസാൻ സഭ, ആ പേര് ഓർത്തു വെച്ചിരിക്കുക. ഔദ് കിസാൻ സഭ രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയുക. ജവഹർലാൽ നെഹ്റു. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വളരെ കൃത്യമായ ഒരു പോയിന്റ് ആണ്. ഔദ് കിസാൻ സഭ രൂപീകരിച്ചത് മറ്റാരുമല്ല, ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോ ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടക്കുകയും ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യുവാൻ തീരുമാനിച്ചു. ചണത്തിന് പകരമായിട്ട് കർഷകർ എന്ത് ചെയ്യുന്നു? നെല്ലും പരുത്തിയും കൃഷി ചെയ്തു. അതായത് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യണമെന്നുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് നേരെ തിരിച്ചടി നൽകുവാനായിട്ടായിരുന്നു കർഷകർ പരിശ്രമിച്ചത്. അങ്ങനെ ഇത്തരം ആൾക്കാർ, സ്ത്രീകളും കർഷകരും ഗോത്രജനതയും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു ബഹുജന പ്രക്ഷോഭമായിട്ട് നിസ്സഹകരണ സമരം മാറുകയും അതിന്റെ ഒത്ത മധ്യത്തിൽ മഹാത്മാഗാന്ധി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മറ്റൊരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതെന്താണ്? ചിരാല പെരാല. ഒരു ബോക്സിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വളരെയധികം പ്രധാനപ്പെട്ടതായതുകൊണ്ടായിരിക്കും ടെക്സ്റ്റിൽ അതങ്ങനെ നൽകിയിരിക്കുന്നത്. എന്താണ് ചിരാല പെരാല എന്ന് പറയുന്നത്? നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. അവിടെ എന്തായിരുന്നു പ്രശ്നം എന്നത്? ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയും അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കുവാനായിട്ട് കാരണമാവുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ, ആരാണ് ആ പേരെന്ന് ഓർത്തു വെക്കുക, ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ചിരാല പെരാല? നികുതി നിഷേധ സമരമായിരുന്നു. അവർ നികുതി നിഷേധ സമരം നടത്തുക മാത്രമല്ല ഒരു ഗ്രാമം മുഴുവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതായത് ആരുമില്ലാത്തൊരു ഗ്രാമത്തിൽ നികുതി ഏർപ്പെടുത്തേണ്ടതിന്റെ ബാധ്യത ബ്രിട്ടീഷുകാർക്ക് വരികയും അങ്ങനെ 11 മാസക്കാലം അവർ മറ്റൊരിടത്ത് കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ നടന്ന വളരെ ശക്തമായ മറ്റൊരു സമരത്തിന്റെ പേരാണ് ചിരാല പെരാല. ഓർത്തു വെക്കുക. പുതിയൊരു ഫാക്റ്റാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അത് പരീക്ഷയ്ക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. എവിടെയാണ് നടന്നത്? ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിട്ടുള്ള ചിരാല പെരാലയിലാണ് നടന്നത്. ഇത് ഈ ഒരു സോഴ്സ് എവിടെ നിന്നാണ് അവർ എടുത്തിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ബോക്സ് നൽകുന്നതിന് വേണ്ടിയിട്ട് എടുത്ത സോഴ്സ് ഏതായിരുന്നു? സുമിത് സർക്കാരിന്റെ മോഡേൺ ഇന്ത്യ 1885 മുതൽ 1947 വരെയുള്ള ആധുനിക ഇന്ത്യ ചരിത്രം ആരെഴുതിയതാണ്? സുമിത് സർക്കാർ എഴുതിയ ആ ഒരു പുസ്തകത്തിൽ നിന്നാണ് ചിരാല പെരാല എന്ന് പറയുന്ന ഒരു ഫാക്ട് അവർ എടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് മനസ്സിലാക്കി വായിച്ചു പോവുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അങ്ങനെ നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ മറ്റൊരു ഭാഗം പരിശോധിക്കുകയാണ്. 1922 നടന്ന ചൗരി ചൗര. നമ്മളൊക്കെ ചിലരെല്ലാം ആ പേര് കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാരണവശാലും സ്പർശിക്കാതെ കടന്നു പോകാൻ കഴിയാത്ത ഭാഗമാണ് ഏത്? ചൗരി ചൗര എന്ന് പറയുന്നത്. ഏത് വർഷം? 1922. ഏത് മാസം? ഫെബ്രുവരി. ഏത് തീയതി? 5-ാം തീയതി. അതായത് 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി നടന്ന ഒരു പ്രശ്നമാണ് ചൗരി ചൗര എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ പ്രശ്നം? ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമര
സമരക്കാരും പോലീസും തമ്മിൽ ഒരു സംഘർഷമുണ്ടായി. അപ്പോൾ ഈ സംഘർഷത്തിൽ പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അങ്ങ് തീവച്ചു. ഇതോടുകൂടി 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അപ്പോ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയുടെ നേർ വിപരീതമായ ഒരു സംഭവം നടക്കുകയാണ്. അങ്ങനെ ശക്തമായ ഒരു ഹിംസാ മാർഗത്തിലൂടെ സമരം തിരിയുന്നു എന്നതിന്റെ ഒരു സൂചനയായിരുന്നു ചൗരി ചൗര. ആ വർഷം ഓർത്തു വയ്ക്കുക, 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി. എവിടെയാണ് നടന്നത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ. അങ്ങനെ സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന സംശയം തോന്നിയ ഗാന്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു നിസ്സഹകരണ സമരത്തെ അങ്ങ് പിൻവലിച്ചു. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ ആളിപ്പടർന്നുകൊണ്ടിരുന്ന ഒരു സമരരീതി പൊടുന്നനെ അങ്ങ് കെട്ടടങ്ങുകയും ഗാന്ധിജി വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്യുന്നു. വളരെ ശക്തമായി വിമർശിച്ചു എല്ലാവരും ഗാന്ധിയെ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് തന്നെ വിശേഷിപ്പിച്ചു. വളരെയധികം ശക്തമായ വിമർശനങ്ങൾ ഗാന്ധി നേരിടുകയും, എന്തുകൊണ്ടാണ് ആ ഗാന്ധി ഇത്രയും വിമർശനങ്ങൾ നേരിട്ടത്? അതായത് ഈ ഒരു പ്രക്ഷോഭ മാർഗം രാജ്യമൊട്ടാകെ വളരെ ക്ലിയർ ആയിട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അതേ പീക്ക് ടൈമിൽ തന്നെയാണ് ഗാന്ധി തന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു എന്നുള്ള തോന്നലിൽ ഈ ഒരു സമരമാർഗത്തെ പിൻവലിക്കുകയുണ്ടായത്. പിന്നീട് ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുകയും 6 വർഷത്തെ ഒരു തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യത്തെ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഒരു ബോക്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിലായിട്ട് തന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല, നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും. ഞാൻ പറഞ്ഞില്ലേ 6 വർഷത്തെ ഒരു ശിക്ഷയ്ക്ക് ഗാന്ധിയെ വിധേയനാക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു വിചാരണ വേളയിൽ നടന്ന ജഡ്ജിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് മൊത്തം വായിക്കുന്ന സമയത്ത് ആ ജഡ്ജിക്ക് ഗാന്ധിയോടുള്ള ബഹുമാനം എത്രത്തോളമാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എന്താണ്? ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നെക്കാൾ സന്തോഷിക്കുന്ന മറ്റാരും ഉണ്ടാകില്ല. ഇത് പറയുന്നത് ആരാണ്? ഗാന്ധിജി ശിക്ഷിച്ച അതേ ജഡ്ജി തന്നെയാണ്. അതായത് ഒരേ സമയം അദ്ദേഹത്തിന് ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയുടെ കൂടെ നിൽക്കേണ്ടി വരികയും അതേസമയം ഗാന്ധിയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതിന്റെ ഒരു സൂചന നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഏത് സന്ദർഭത്തിലാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു അറിവും ചെറുതല്ല എന്നല്ലേ പറയുക. അങ്ങനെ ഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് എത്തപ്പെടുകയും എപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സ്വാധീനിച്ചതെന്നും വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. വളരെയധികം പ്രധാനപ്പെട്ട കുറച്ചധികം ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അത്രയും പ്രാധാന്യത്തോടെ തന്നെ അത് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ ഗാന്ധി ഇന്ത്യയുടെ ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം എന്നത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ടോപ്പിക് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് ഒന്നുകൂടി ഒന്ന് വായിക്കുക. വളരെ കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോവുക. ഗാന്ധിയുടെ സ്വാധീനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എപ്രകാരം സ്വാധീനിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയൊരു അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.